ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരയും തലയും മുറുക്കി തന്നെ തയ്യാറെടുക്കുകയാണ് UDF എല്ലായിടങ്ങളിലും. UDF-ലെ സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. ലീഗിന് 27 സീറ്റുകൾ നൽകും എന്നതാണ് ഏകദേശം തീരുമാനം. RSPക്ക് 5 സീറ്റ്, തിരുവമ്പാടി സീറ്റ് ലീഗ് കോൺഗ്രസിന് വിട്ടു നൽകും. കേരള കോൺഗ്രസുമായുള്ള ചർച്ച ഇന്ന് നടക്കുകയും ചെയ്യും. അമൽ തേനമറമ്പിൽ വിവരങ്ങൾ വേണ്ട. അമൽ, ഈ 27 എന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ധാരണയിലേക്ക് എത്തിക്കഴിഞ്ഞോ? തിരുവമ്പാടി സീറ്റിന്റെ കാര്യത്തിൽ മാത്രമാണോ ഈ വിട്ടു നൽകൽ? ഈ പട്ടാമ്പി ഗുരുവായൂർ വെച്ചുമാറൽ അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടോ? UDF-ലെ സീറ്റ് ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലീഗും RSPയുമായുള്ള ചർച്ച ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ ചില പ്രധാനപ്പെട്ട ധാരണകളും ഉണ്ടാകുന്നു. ഈ ധാരണ എന്ന് പറയുന്നത് ലീഗ് കഴിഞ്ഞ തവണ മത്സരിച്ച 27 സീറ്റുകൾ, ആ 27 സീറ്റുകൾ ഇത്തവണയും ലീഗിന് തന്നെ നൽകും. 25 സീറ്റുകളിലാണ് കോണി ജില്ലത്തിൽ ലീഗ് മത്സരിച്ചത്. 2 സീറ്റുകളിൽ സംവരണ മണ്ഡലങ്ങളിൽ 2 ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് ലീഗ് നിർത്തിയിരുന്നത്. അങ്ങനെ 27 സീറ്റുകൾ തന്നെ ലീഗിനുണ്ടാകും. അക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ചില സീറ്റുകളുടെ വെച്ചുമാറ്റം സംബന്ധിച്ച കാര്യത്തിൽ സജീവ ചർച്ച നടക്കുന്നു. ഈ കളമശ്ശേരി അടക്കമുള്ള സീറ്റുകൾ വിട്ടുകിട്ടണമെന്നൊരാവശ്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ചും DCC അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് ഷിയാസിനെ കളമശ്ശേരിയിൽ മത്സരിപ്പിച്ചാൽ വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് ഒരു പ്രതീക്ഷ പങ്കുവച്ചത്. പക്ഷേ കളമശ്ശേരി സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ ലീഗിൽ ഏകാഭിപ്രായമില്ല. അതിനാൽ തന്നെ ആ സീറ്റ് വിട്ടു നൽകില്ല. പക്ഷേ തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാമെന്നൊരു സന്നദ്ധത ലീഗ് അറിയിച്ചിട്ടുണ്ട്. തിരുവമ്പാടി സീറ്റിൽ VS ജോയിയോ അല്ലെങ്കിൽ സോണി ജോസഫിനെ പോലെയുള്ള ആളുകളെ പരീക്ഷിക്കാൻ ഒരു നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ ഒരു ധാരണയിലേക്ക് ലീഗ് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ 2 സീറ്റുകൾ കോങ്ങാട്, പുനലൂർ 2 സീറ്റുകളിലും ലീഗിന് വിജയസാധ്യത താരതമ്യേന കുറഞ്ഞ സ്ഥലങ്ങളാണ്. അതിനാൽ തന്നെ ആ സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകി മറ്റേതെങ്കിലും സീറ്റ് കിട്ടുമോ എന്നൊരു സാധ്യതയും ലീഗ് തേടുന്നുണ്ട്. സഞ്ജയ് ഖാൻ അടക്കമുള്ള ആളുകളെ കോൺഗ്രസ് അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു പല സ്ഥാനാർത്ഥികളെയും അവിടെ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആ സീറ്റ് എടുത്താൽ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പുനലൂരിൽ കോൺഗ്രസ് പങ്കുവെക്കുകയാണ്. പക്ഷെ പകരം ഏത് സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ചടയമംഗലം അടക്കമുള്ള സീറ്റിന്റെ കാര്യത്തിൽ ആലോചന നടക്കുന്നു. അല്ലെങ്കിൽ മറ്റ് ഈ പറയുന്ന ഇരവിപുരം അടക്കമുള്ള സീറ്റുകളും വെച്ചുമാറി, ഇരവിപുരവും പുല്ലൂരും വെച്ചുമാറണം. പക്ഷെ അതിന് ധാരണ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് RSPയുമായാണ്. അപ്പോൾ അത്തരത്തിലുള്ള ധാരണകളൊക്കെ അന്തിമഘട്ടത്തിലേക്ക് എത്തിച്ച് അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ലീഗുമായും RSPയുമായുള്ള ചർച്ചകൾ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചർച്ച നടക്കേണ്ട ദിവസം ഇന്നാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നത് കേരള കോൺഗ്രസുമായാണ് ചർച്ച. കേരള കോൺഗ്രസിനോട് 4 സീറ്റുകൾ വിട്ടു നൽകണമെന്നൊരാവശ്യം കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകൾ ഇത്തവണ എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകില്ല. 4 സീറ്റുകൾ ചോദിക്കുന്നു. 3 സീറ്റുകളെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് പങ്കുവയ്ക്കുന്നത്. ഇടുക്കി, കുട്ടനാട്, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി തുടങ്ങിയ സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതിൽ എത്രത്തോളം കേരള കോൺഗ്രസ് വഴങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഒരു 3 സീറ്റെങ്കിലും ലഭിക്കും എന്ന പ്രതീക്ഷ കോൺഗ്രസും പങ്കുവയ്ക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏകദേശ ധാരണ ഈ കാര്യങ്ങളിലെല്ലാം തർക്കങ്ങളില്ലാതെ ഈ സീറ്റ് ചർച്ച പരിഹരിക്കപ്പെടുക എന്നത് വലിയ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നിലവിൽ RSP ലീഗ് കാര്യങ്ങളിലൊക്കെ ഒരു സമവായം എത്തിയെന്ന് മനസ്സിലാക്കുന്നു. അമൽ സൂചിപ്പിച്ച പോലെ ഇന്ന് കേരള കോൺഗ്രസ് അതിൽ പക്ഷേ അത്ര എളുപ്പത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് അറിയില്ല. എന്തായാലും അത് നേതാക്കളുടെ മിടുക്ക് പോലെ ഇരിക്കും. വളരെ ഒത്തൊരുമയോടെയാണ് ഈ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നത്, മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന ഒരു പ്രതീതി പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് കൂടുതൽ തർക്കങ്ങളില്ലാതെ സീറ്റ് ചർച്ച പൂർത്തിയാക്കിയാൽ അത് തീർച്ചയായും ഒരു എഡ്ജ് ഏത് പാർട്ടിക്കാണെങ്കിലും ഏത് മുന്നണിക്കാണെങ്കിലും ലഭിക്കുകയും ചെയ്യും.